യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അവരുടെ ഔദ്യോഗിക പ്രതിനിധി ഇറാനുമായി സംസാരിച്ചു. ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് ആൽ നഹിയാനാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫുമായി സംഭാഷണം നടത്തിയത്. മേഖലയിലെ ടെൻഷൻ അവസാനിപ്പിക്കുക എന്നതാണ് UAE ആവശ്യപ്പെടുന്നത്. UAE ഇത്തരമൊരു ആവശ്യവുമായി ഇറാനെ സമീപിക്കുന്നത് പുതുമയുള്ള കാര്യമാണ്. കാരണം ഹോർമുസ് തുറക്കാൻ വേണ്ടി ബഹ്റൈൻ UN സെക്യൂരിറ്റി കൗൺസിലിൽ പ്രമേയം അവതരിപ്പിക്കുകയും അങ്ങനെ ആ പ്രമേയം പാസ്സാവുകയാണെങ്കിൽ ഹോർമുസ് തുറക്കാൻ വേണ്ടിയുള്ള യുദ്ധത്തിൽ പങ്കാളികളാകും എന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് UAE. പക്ഷേ UAEയുടെ നിലപാടിൽ മാറ്റം സംഭവിക്കുന്നു, സൗദിയുടെ നിലപാടിൽ മാറ്റം സംഭവിക്കുന്നു. ഇറാനെ അംഗീകരിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം UAEയും സൗദിയും പതുക്കെ തിരിച്ചറിയുകയാണ്. ഹോർമൂസിൽ ശക്തമായ പ്രതിരോധം ഏർപ്പെടുത്തുകയും അമേരിക്കൻ ആക്രമണം നടക്കുകയും ആ ആക്രമണത്തിൻ്റെ പ്രത്യാഘാതം ഹോർമൂസിലെ അമേരിക്കൻ ഉപരോധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇറാൻ തുറമുഖമായ ബന്ദർ അബ്ബാസിനെ ബാധിച്ചാൽ GCC രാജ്യങ്ങളിലെ ഒരൊറ്റ തുറമുഖങ്ങളും ബാക്കിയുണ്ടാവില്ല എന്ന താക്കീത് ഇറാൻ നൽകിയിരുന്നു. തങ്ങൾക്ക് സുരക്ഷയില്ലെങ്കിൽ മറ്റാർക്കും സുരക്ഷയുണ്ടാവില്ല. ഈ കടുത്ത ഭീഷണി ദുബൈ പോർട്ട് വേൾഡ് DP വേൾഡിനെ അടക്കം ബാധിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ ആക്രമണം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ അമേരിക്ക ആക്രമണം നടത്തുന്നതിൻ്റെ മുമ്പ് എല്ലാ GCC രാജ്യങ്ങളെയും ഇറാൻ സമീപിച്ചിരുന്നു. ഇറാൻ ഫോറിൻ മിനിസ്റ്റർ എല്ലാ GCC രാജ്യങ്ങളെയും കണ്ട് അമേരിക്കൻ ആക്രമണം വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് GCC രാജ്യങ്ങളെ നേരിട്ട് പോയി ആശങ്ക അറിയിച്ചിരുന്നു. അന്ന് GCC രാജ്യങ്ങൾ സൗദിയോ UAEയോ ഇറാൻ്റെ അഭ്യർത്ഥന മാനിച്ചിരുന്നില്ല. അതേ രാജ്യങ്ങളാണിപ്പോൾ ഇറാനോട് നേരിട്ട് ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണം, ഒരു ധാരണയിലെത്തണമെന്ന തീരുമാനത്തിലേക്ക് ചുവടുമാറുന്നത്. വൈകിയാണെങ്കിലും അറബ് രാജ്യങ്ങൾ ഇറാനെ അംഗീകരിക്കുന്നു എന്നത് ഇറാൻ്റെ വലിയ വിജയമായി കാണേണ്ടതുണ്ട്. ഇറാനെ തള്ളി GCC രാജ്യങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.